വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഫീലിംഗ് സാഡ് എന്നും ഫീലിംഗ് ലോൺലി എന്നുമൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുകയും വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്നവരുമായ നൂറുകണക്കിന് ആളുകൾ ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഇത്തരക്കാരുടെ താൽക്കാലിക ആശ്വസിപ്പിക്കലിലും സമാധാനത്തിലുമൊക്കെ പലപ്പോഴും പലരും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതായി കാണാം. ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോകുന്നവർക്ക് ന്യായീകരിക്കാൻ നൂറുകണക്കിന് കാര്യങ്ങളുമുണ്ട്. എൻ്റെ പാർട്ട്ണർ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ പാർട്ട്ണർ എന്നോടൊന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായെന്നറിയാമോ, എൻ്റെ ഫിസിക്കലോ ഇമോഷണൽ ആയിട്ടുള്ള ഒരു നീഡ്സിനെ കുറിച്ചും ആൾ അവെയർ അല്ല. ഇങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ ഇക്കൂട്ടർക്ക് നിരത്താനുണ്ട്. എന്നാൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഇനിയും വർക്ക് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്കോപ്പ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടതാണ്. ഇനിയും നിങ്ങൾക്ക് ആ ദാമ്പത്യത്തിൽ മുന്നോട്ട് പോകാൻ ഒരു പ്രതീക്ഷയും കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി ഡിവോഴ്സിലേക്ക് ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ താൽക്കാലികമായ നേരം പോക്കിനും സന്തോഷത്തിനും വേണ്ടി പലരും കൊണ്ടു നടക്കുന്ന ഇത്തരത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് പലരെയും ഗിൽറ്റിലേക്കും മാനസിക അസ്വസ്ഥതകളിലേക്കും നിങ്ങളുടെ പാർട്ട്ണറെയും നിങ്ങളുടെ കുട്ടികളെയും ഒക്കെ ഒരുപാട് വൈകാരികമായി ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്കുമൊക്കെ കൊണ്ടെത്തിക്കുന്നതായി കാണാം. സ്വന്തം കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയാതെ ഇപ്പോഴും ഇത്തരത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയം വൈകിട്ടില്ല. ഒന്ന് തിരിഞ്ഞു നോക്കുക. തെറ്റുകൾ തിരുത്താൻ ഇനിയും സമയമുണ്ട്. ബിക്കോസ് യു ഡിസേർവ് എ ബെറ്റർ ലൈഫ്.